നെപ്പോളിയൻ പണ്ട് പഠിക്കുന്ന കാലത്ത് നെപ്പോളിയൻ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കൈനോട്ടക്കാരനെ കണ്ടു. അപ്പോൾ കൈനോട്ടക്കാരനോട് നെപ്പോളിയൻ ചോദിച്ചു, തൻ്റെ കൈ കാണിച്ചു കൊടുത്തുകൊണ്ട്, കൈനോട്ടക്കാരാ, ഞാൻ വളർന്ന് വലുതാകുമ്പോൾ രാജാവാകുമോ എന്ന്. കൈനോട്ടക്കാരൻ ആ കുട്ടിയുടെ കയ്യിലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, താൻ രാജാവാവില്ല. എന്തുകൊണ്ട് താൻ രാജാവാവില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാജാവാകണമെങ്കിൽ ഈ കൈരേഖ താഴോട്ട് വരണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ കുട്ടി അടുത്ത് കടന്നിരുന്ന ഒരു കത്തിയെടുത്ത് ആഴത്തിൽ കുത്തിയിറക്കി ആ കൈനോട്ടക്കാരൻ പറഞ്ഞ ആ രേഖ അങ്ങോട്ട് വലിച്ചു ഉണ്ടാക്കുകയും ചെയ്തു. ഇത് കണ്ട കൈനോട്ടക്കാരൻ ആകപ്പാടെ അമ്പരന്നു. എന്നിട്ട് കൈനോട്ടക്കാരനോട് വീണ്ടും ചോദിച്ചു, ഇപ്പോൾ പറയൂ, ഞാൻ രാജാവാകുമോ ഇല്ലയോ എന്ന്. കൈനോട്ടക്കാരൻ പറഞ്ഞു, നീ രാജാവല്ല, നീ ചക്രവർത്തിയാവും. കാരണം നിന്റെ ഉള്ളിലെ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും നിന്നെ ഏറ്റവും വലിയവനാക്കും എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളോട്, പാരൻസിനോടും അത് പറയാനുള്ളത്. കാരണം ഇച്ഛാശക്തിയുള്ള ആത്മവിശ്വാസമുള്ള കുട്ടികളെ ആക്കി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ, ഒരു ഇച്ഛാശക്തിയുടെ ഒരു വിത്ത് വിതയ്ക്കാൻ കഴിഞ്ഞാൽ അത് മാത്രം മതി അവരുടെ ജീവിതത്തിൽ എവിടെയും തോൽക്കാതെ മുന്നോട്ട് പോകാൻ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശൗര്യ വാരിയേഴ്സിനോടും ഞാൻ ഇത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക്